ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമല്ലേ, അത് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ നേരത്തെ ഈ സിനിമയുടെ ഡീനയുടെ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താന്ന് ചോദിച്ചിരുന്നു. ഈ സിനിമയുടെ ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു തരുന്നുണ്ട്. കേസ് ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇതിന്റെ ഡെഫിനേഷന്റെ ആവശ്യമില്ല. ഇല്ല, സിനിമയെ പറ്റി ക്യാരക്ടറെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാൻ ട്രെയിലറൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം നല്ലത് പറഞ്ഞു. എന്ത് കഥാപാത്രം പോലീസാണ് ചെയ്യുന്നതെന്ന് അറിയാം, അദ്ദേഹത്തിന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമല്ലേ, അത് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ 2 കാലഘട്ടമായിട്ട് എടുത്തത് നമ്മൾ ചേഞ്ചസ് വേണമായിരുന്നു. എന്റെ ക്യാരക്ടറിന് പോലീസ് ലുക്ക് വേണമായിരുന്നു. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ വേറൊരു കോളേജ് സെറ്റപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിരുന്നു, ഒരു വേറെ കഥാപാത്രമായിരുന്നു. അപ്പൊ ഇതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു താമസം, ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അവരും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു കുറച്ച് നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പോലീസിലേക്ക് എത്തിയത്. കാരണം ഈ പോലീസ് എന്ന് പറഞ്ഞ ക്രിസ്റ്റി സാം എന്ന കഥാപാത്രത്തിന് ആവശ്യമായിരുന്നു ഗെറ്റപ്പ് ചേഞ്ചും. അതെ, പിന്നെ അതുപോലെ ഗോകുൽ ജി ആണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഓഫീസർ. കാരണം അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഇനി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, അദ്ദേഹം വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ വിജയരാഘവൻ ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഈ കഥാപാത്രത്തിനും ഹെൽപ്പ് ചെയ്തു, അല്ലാതെ എന്നെ അഭിനയ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പോലീസ് വെല്ലുവിളി അല്ലെങ്കിൽ സിനിമയിലല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരുപാട് കഷ്ടപ്പാടുകളും ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഒരുപാട് നമ്മളതിന്റെ ബോഡി, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, ഡ്രസ് ഫിറ്റ് ആയിരിക്കണം. നമ്മൾ പോലീസ് ഓഫീസർ ആയിരിക്കും. പല ക്യാരക്ടറുകൾ പോലീസ് ഓഫീസർ, വണ്ണമുള്ള പോലീസ് ഓഫീസർ ഉണ്ടാകും, ചിലപ്പോൾ സ്ലിം ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കാം. ഇതിപ്പം ഈ പോലീസ് ഓഫീസറിന്റെ ഗെറ്റപ്പ് വേറെയാണ്. ഇതില് നല്ല കടുകട്ടി ഡയലോഗ് ഉണ്ട്. അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ്. അത് എനിക്കത് ചെയ്യാൻ പറ്റിയ ആ ഒരു വെല്ലുവിളി, അത് നല്ല വെല്ലുവിളിയായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സപ്പോർട്ട് ചെയ്ത പി സുകുമാർ സാറ്, ഡയറക്ടർ, പിന്നെ ഒരു കൂടെ അഭിനയിച്ച അമീർ നിയാസ്, കിച്ചു ടെല്ലസ്, ഗോകുൽ. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്റ്റേഷൻ, ഒരു പരിപാടി ഉണ്ട്, ഒരു വലിയ കടുകട്ടി ഡയലോഗുള്ള ഒരു സംഭവം. പിന്നെ അതിൽ ക്ലൈമാക്സിലും ഉണ്ട് കടുകട്ടി ഡയലോഗ് റിയാസ് ഖാനിക്കായിട്ട്. ഡയലോഗിന് ഒരു കുറവും വരുത്താതെ AK സന്തോഷ് സാർ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇച്ചിരി കട്ടിയുള്ള ഡയലോഗ്സ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ഉണ്ട്.